മരണം പലരുടെയും ജീവിതത്തിലേക്ക് കടന്നുവരുന്നത് തികച്ചും അപ്രതീക്ഷിതമായിരിക്കും. വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പയ്യനെ പൊടുന്നനെയാണ് ഇന്നലെ മരണം തട്ടിയെടുത്തത്. ഇന്നലെ രാത്രി 1 മണിയോടെയാണ് നാടിനെ നടുക്കിയ ആ സംഭവം അരങ്ങേറിയത്. കുറ്റിക്കാട്ടൂർ പുതിയോട്ടിൽ വീട്ടിൽ മുഹമ്മദ് റിജാസ് ആണ് മരിച്ചത്. +2 കഴിഞ്ഞ് ഉപരിപഠനത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു റിജാസ്. അതിനിടയിൽ പാർട്ട് ടൈമായി ജോലികൾക്കും പോയിരുന്നു. അതിനിടയിലാണ് ആ 19കാരന്റെ സ്വപ്നങ്ങളെയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് വിധി മരണത്തിന്റെ രൂപത്തിലെത്തിയത്. ഇന്നലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു റിജാസ്. വരുന്ന വഴി സ്കൂട്ടർ കേടായതിനെ തുടർന്ന് സഹോദരനെ വിളിച്ചു. തുടർന്ന് സഹോദരന്റെ വാഹനത്തിൽ കയറി പോകാൻ നേരം തന്റെ വാഹനം അടുത്തുള്ള കടയ്ക്കുള്ളിലേക്ക് കയറ്റിയിടാമെന്ന് കരുതി. പിന്നീട് റിജാസ് സ്കൂട്ടർ തള്ളി കടയ്ക്കകത്തേക്ക് കയറ്റുകയായിരുന്നു. അതിനിടെ വണ്ടി ചെരിഞ്ഞപ്പോൾ കടയിലെ തൂണിൽ പിടിച്ചു. പൊടുന്നനെയാണ് ആ ഇരുമ്പ് തൂണിൽ നിന്നും റിജാസിന് ഷോക്കേൽക്കുന്നത്. രക്ഷിക്കാൻ ശ്രമിച്ച റിജാസിന്റെ സഹോദരനും ഷോക്കേറ്റു. ഈ അപകടം ഉണ്ടാകുന്നതിന് തൊട്ടു മുൻപ് മറ്റൊരാൾക്കും ഷോക്കേറ്റിരുന്നു. രാത്രി 9:30 കടയിൽ തേങ്ങ കൊണ്ടുപോകുന്നതിനെത്തിയപ്പോഴാണ് കടയുടെ തൂണിൽ നിന്നും വൈദ്യുതാഘാതമേറ്റതെന്ന് ഇയാൾ പറയുന്നു. കടയുടെ തൂണിൽ ഷോക്കുണ്ടെന്ന് പരാതിപ്പെട്ടിട്ടും KSEB അനങ്ങിയില്ലെന്ന് കടയുടമ പറയുന്നു. അപകടമുണ്ടായത് അറിഞ്ഞതോടെ KSEB ഉദ്യോഗസ്ഥർ കടയിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക മാത്രമാണ് ചെയ്തത്. കടയുമായി മുട്ടി നിൽക്കുന്ന മരച്ചിലുകൾ ഒന്നും തന്നെ വെട്ടിമാറ്റാൻ തയ്യാറായിട്ടില്ലെന്നും കടയുടമ പറയുന്നു. അതേസമയം റിജാസ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ KSEB ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് വൈദ്യുതി മന്ത്രി വ്യക്തമാക്കി. വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.